ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഷിയ വിഭാഗത്തിന്റെ 10 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. ഷിയ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ വലിയ ശാഖയാണ്. 2. മുഹമ്മദിന്റെ മരണത്തിന് മുമ്പ് ഒരു പിൻഗാമിയെ നിയമിച്ചിട്ടില്ലെന്നും സഖിഫയിൽ മുഹമ്മദിന്റെ മറ്റു കൂട്ടാളികളാൽ ഖലീഫയായി നിയമിച്ച അബൂബക്കറിനെ ആദ്യത്തെ അവകാശിയായി കണക്കാക്കുന്നതായും അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. മുഹമ്മദിന് ശേഷം ഖലീഫ ഷിയ ഇസ്ലാമിന്റെ അനുയായികളെ ഷിയ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നു. 3. മുസ്ലിം ലോകത്ത് നിരവധി ഷിയ ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഷിയ മുസ്ലിങ്ങളിൽ 85% അടങ്ങുന്ന ഏറ്റവും വലുതും ചെറുതും സ്വാധീനമുള്ളതുമായ 12 ഷിയ മതങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 4. ഇറാനാണ് ഷിയ ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും അടിസ്ഥാന രൂപപ്പെടുത്തുന്ന ഏക രാജ്യം. 5. ഷിയ എന്ന പദം ഉരുത്തിരിഞ്ഞത് അലിയുടെ പക്ഷക്കാർ, അലിയുടെ അനുയായികൾ അല്ലെങ്കിൽ അലിയുടെ വിഭാഗം എന്ന അർത്ഥമുള്ള ഷിയത് അലി എന്ന അറബി പദത്തിൽ നിന്നാണ്. 6. ഷിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മുഹമ്മദിന്റെ ജീവിതകാലത്താണ്. 7. ഷിയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പ്രവാചകനെ ദൈവം മാത്രം നിയമിക്കുന്നത് പോലെ അവന്റെ പ്രവാചകന്റെ പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. 8. ഷിയ മുസ്ലിമിനെ പൊതുവെ പറയുന്നത് ആത്മീയവും മതപരവുമായ മാർഗനിർദ്ദേശത്തിന് ആവശ്യമായ ഒരു ഘടകമാണെന്നാണ്. 9. മുഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാ അബ്രഹാമിക് പ്രവാചകന്മാരുടെയും ആയുധങ്ങളും വിശുദ്ധ വസ്തുക്കളും തുടർച്ചയായ അഹ്ലുൽ ബൈത്തിന്റെ ഇറാമുകൾ കൈമാറിയതായി ഷിയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. 10. ആഗോള മുസ്ലിം ജനസംഖ്യയുടെ 10-20% വരെ ഷിയാകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2009 കണക്കനുസരിച്ച് അവർ ഏകദേശം 200 ദശലക്ഷത്തോളം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.